PSC പരീക്ഷകൾക്ക് ചോദിക്കാവുന്ന പ്രധാന റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. ഹു കമ്പോസ്ഡ് അഷ്ടധ്യായി? സംസ്കൃതത്തിലെ ഒരു പ്രധാന ഗ്രന്ഥമായ അഷ്ടധ്യായി രചിച്ചിരിക്കുന്നത് പാണിനിയാണ്. ഹു ഫൗണ്ടഡ് ദ മൗര്യ എംപയർ? ചന്ദ്രഗുപ്ത മൗര്യരാണ് മൗര്യ സാമ്രാജ്യം സ്ഥാപിക്കുന്നത്. നന്ദ സാമ്രാജ്യത്തെ കീഴടക്കിയാണ്. ഹു വാസ് ചന്ദ്രഗുപ്ത മൗര്യാസ് മെൻറ്റർ? കൗടില്യ ആയിരുന്നു ചന്ദ്രഗുപ്ത മൗര്യരുടെ ഉപദേശകൻ. ഇദ്ദേഹം ചാണക്യ എന്നും വിഷ്ണുഗുപ്ത എന്ന പേരുകളിലും അറിയപ്പെട്ടിരുന്നു. വാട്ട് വാസ് ദ ക്യാപിറ്റൽ ഓഫ് മഗധ? പാടലിപുത്രയായിരുന്നു മഗധ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം. ഹു വാസ് മെഗസ്തനീസ്? ചന്ദ്രഗുപ്ത മൗര്യരുടെ സമയത്ത് വന്നിരുന്ന ഗ്രീക്ക് ഹിസ്റ്റോറിയനായിരുന്നു മെഗസ്തനീസ്. അദ്ദേഹമാണ് ഇന്ത്യക്ക് രചിച്ചിരിക്കുന്നത്. ഹു റോട്ട് അർത്ഥശാസ്ത്ര? കൗടില്യയാണ് അർത്ഥശാസ്ത്ര രചിച്ചിരിക്കുന്നത്. കൗടില്യ അല്ലെങ്കിൽ ചാണക്യ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു കൺസെപ്റ്റാണ് സപ്താംഗ. ഹു വാസ് അശോക ആൻഡ് വെൻ ഡിഡ് ഹി റൂൾ? അശോക ചക്രവർത്തി മൗര്യ സാമ്രാജ്യത്തിലെ ഒരു പ്രധാന ഭരണാധികാരിയായിരുന്നു. അദ്ദേഹം BC 268 മുതൽ 232 വരെയാണ് മൗര്യ സാമ്രാജ്യം ഭരിച്ചത്. കലിംഗ യുദ്ധത്തിന് ശേഷമാണ് അദ്ദേഹം നോൺ വയലൻസ് അല്ലെങ്കിൽ അഹിംസ എന്ന മാർഗത്തിലേക്ക് തിരിഞ്ഞത്. വിച്ച് മോഡേൺ ഇന്ത്യൻ സ്റ്റേറ്റ് വാസ് ഏൻഷ്യൻ്റ് കലിംഗ ലൊക്കേറ്റഡ്? ഇന്നത്തെ ഒഡീഷയിലാണ് കലിംഗ സ്ഥിതി ചെയ്തിരുന്നത്. വേർ ഡിഡ് അശോക സെൻഡ് എമിഷറീസ്? അദ്ദേഹം ബുദ്ധഭഗവാന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി ശ്രീലങ്ക, തായ്ലൻഡ് ആൻഡ് സെൻട്രൽ ഏഷ്യ എന്നിവിടങ്ങളിലേക്കാണ് എമിഷറീസ് അയച്ചത്. വിച്ച് ലാംഗ്വേജ് ആൻഡ് സ്ക്രിപ്റ്റ് വേർ സിഗ്നിഫൈൻഡ് ഡ്യൂറിങ് അശോകാസ് ടൈം? അത് പ്രാകൃത് എന്ന ലാംഗ്വേജാണ് അന്ന് നിലനിന്നിരുന്നത്. അദ്ദേഹം ദേവനാം പ്രിയദർശി എന്നും അറിയപ്പെട്ടിരുന്നു. ഇനി അശോക സ്തംഭത്തെക്കുറിച്ചാണ്. വേർ വാസ് ദ അശോക സ്തംഭ ഇറക്റ്റഡ്? സാരാനാഥ്, ഇന്നത്തെ വാരണാസിക്കടുത്താണ്. ഇവിടെയാണ് ശ്രീബുദ്ധൻ അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സ് ആദ്യമായി നൽകിയത്. വാട്ട് ഡു ദ 4 ലയൺസ് സിംബലൈസ്? റോയൽ പവറിനെ സൂചിപ്പിക്കുന്നു. വിച്ച് ആനിമൽസ് ആർ ഷോൺ ബിലോ ദ ലയൺസ്? ആൻ എലഫൻറ്റ്, എ ബുൾ, എ ഹോഴ്സ് ആൻഡ് 1 more ലയൺ. ഇത് ഓർത്തിരിക്കേണ്ടതാണ്. വാട്ട് ഡസ് ദ ധർമ്മചക്ര റെപ്രസെൻറ്റ്? ബുദ്ധാസ് ടീച്ചിങ്, ബുദ്ധഭഗവാന്റെ ടീച്ചിങ്സിനെയാണ് ധർമ്മചക്ര റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഫ്രം വേർ ഡസ് ദ മോട്ടോ സത്യമേവ ജയതേ ടേക്കൺ? മുണ്ഡക ഉപനിഷത്തിൽ നിന്നാണ് ഇതെടുത്തിരിക്കുന്നത്.